എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കുറിച്ചാണ് പറയുന്നത്. നമ്മളോരോ പഞ്ചായത്തിൻ്റെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് ഒരുവിധ വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നല്ലൊരു പഞ്ചായത്ത് ഓഫീസ് പോലും നമുക്കിന്ന് ഇല്ലാത്തൊരവസ്ഥയാണ്. പഴയ പഞ്ചായത്ത് ഓഫീസ് അതിൻ്റെ കെട്ടിടത്തിൻ്റെ ബിൽഡിങ് മോശമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങളാവുകയാണ്. പുതിയതായിട്ട് ഇപ്പോൾ ഉടനെ പഞ്ചായത്ത് ഓഫീസ് പണിയുന്നതാണ് പറയുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ഒരു പഞ്ചായത്ത് ഓഫീസ് പണിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. നമ്മളോരോ പഞ്ചായത്ത് മേഖലയിൽ ചെന്ന് ഒരേ പഞ്ചായത്ത് ഓഫീസുകൾ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു പോകുന്ന രീതിയിലുള്ള പഞ്ചായത്ത് ഓഫീസുകളാണ് വിവിധ മേഖലകളിലും പണിഞ്ഞിട്ടിരിക്കുന്നത്. ഇവിടെ അതുപോലും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പോകുന്നു. അതുതന്നെ പാവങ്ങളെ, അത്യാവശ്യം സാധാരണക്കാരൻ്റെ പാവങ്ങളെ ഇപ്പോൾ എല്ലാവരെയും കൊണ്ടൊന്നും 1 ലക്ഷവും 2 ലക്ഷവും കൊടുത്ത് കല്യാണം നടത്താൻ പറ്റത്തില്ല. പാവങ്ങളെ കല്യാണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മളെ കമ്മ്യൂണിറ്റി ഹാൾ. അതിപ്പോൾ പഞ്ചായത്ത് ഓഫീസായി മാറ്റിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഇത്തരത്തിലുള്ള രീതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അവിടെ എപ്പം ചെന്നാലും ഡോക്ടർമാരില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. നേരത്തെയൊക്കെ അവിടെ നമ്മളെയൊക്കെ അമ്മമാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രസവം വരെ ഒരു സമയത്ത് ആ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നാണ് പറയുന്നത്. അടുത്ത കാലത്ത് നേരത്തെ നിന്ന ഒരു MLA പറഞ്ഞു അവിടെ MC റോഡ് കേന്ദ്രീകരിച്ച് അത് ആക്സിഡൻറ്റ് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് നടന്നാൽ അവിടെ എത്തിക്കുന്ന ആക്സിഡൻറ്റ് വരുന്ന കേസുകൾ ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലിലാക്കാൻ പോകണമെന്നൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. ഒന്നും നടക്കാതെ ആ ഹോസ്പിറ്റലിൻ്റെ ഒരു വികസന പ്രവർത്തനവും നടക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്കൊരു മിനി സിവിൽ സ്റ്റേഷൻ്റെ കല്ല് തറക്കല്ലിട്ടു. അതിപ്പോൾ ഇന്ന് പണിയും നാളെ പണിയും എന്നും പറഞ്ഞ് അതിൻ്റെ ഇങ്ങനെ നീണ്ട് പോകുന്നതല്ലാതെ ആ വയലിൽ കുറച്ച് മണ്ണ് കൊണ്ട് അടിച്ച് പൊക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകാൻ ഈ പഞ്ചായത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരുമിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു സ്റ്റേഡിയം കൂടക്കുടഞ്ഞ ഫണ്ടനുവദിച്ച് ചെയ്യുന്നതല്ലാതെ അതും ഒന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ നമ്മളെ രജിസ്റ്റർ ഓഫീസ് ഉള്ള കെട്ടിടം പൊളിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് പുതിയൊരു ബിൽഡിങ് പണിയാൻ ഇപ്പം ഒരുപാട് വർഷമായി, അതും പണിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ ഇരിക്കുന്ന ട്രഷറി അത് വാടകയ്ക്കാണ്. അതുപോലെ തന്നെ എക്സൈസ് ഓഫീസ്, ഈ ട്രഷറിയും എക്സൈസ് ഓഫീസും ഏത് നിമിഷവും വേറെ സ്ഥലങ്ങളിൽ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മിനി സിവിൽ സ്റ്റേഷൻ പണിയാൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള ജനപ്രതിനിധികളെ ജയിപ്പിച്ചു വിടുമ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം. നാട്ടിന് വേണ്ടുന്ന നന്മ ചെയ്യുന്ന, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന, ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ജനപ്രതിനിധികൾ തയ്യാറാവണം. നമുക്കത് ഈ പഞ്ചായത്തിൻ്റെ ഒരു സ്ഥലം ഇവിടെ കിടപ്പുണ്ട്, ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ. കുറേ നാളുകളായി അത് വാടകയ്ക്ക് പാർക്കിംഗ് സെൻ്ററായി കൊടുത്തിരിക്കുകയാണ്. ഈ ചടയമംഗലത്ത് ബസ്സുകൾ, അതായത് പ്രൈവറ്റ് ബസ് വന്നു കഴിഞ്ഞാൽ ചടയമംഗലത്ത് ആ ജംഗ്ഷനിൽ നേരത്തെ ഇരുന്ന അമ്മ ബേക്കറിയുടെ ഫ്രണ്ടിൽ കൊണ്ട് ബസ്സുകളിടും. റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. പിന്നെ അങ്ങോട്ടും വണ്ടി പോകില്ല, ഇങ്ങോട്ടും വണ്ടി പോകാത്ത ഒരവസരമാണ് പ്രൈവറ്റ് ബസ് കൊണ്ടിടുന്നത്. ആരൊക്കെ പറഞ്ഞാലും വണ്ടി എടുത്ത് മാറ്റത്തുമില്ല. ഈ ചടയമംഗലത്ത് ഈ KSRTCയുടെ ഈ സ്ഥലത്ത് ഫ്രണ്ടിൽ ഒരു 3-4 നില ബിൽഡിങ്ങും വെച്ച് പ്രൈവറ്റ് ബസ് കയറി ഇറങ്ങി പോകുന്ന രീതിയിലേക്ക് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അതിൻ്റെ അടിയിലും ആക്കിക്കൊണ്ട് ബസ് കയറി ഇറങ്ങി പോകുന്ന ആളെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ ചെയ്താൽ ഇവിടുത്തെ പകുതി ട്രാഫിക് ജാം കുറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും ചെയ്യാതെ ഒരു മുരടിച്ച പഞ്ചായത്തിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ചടയമംഗലം പഞ്ചായത്ത്.